സാർ, ഈ കിണറ്റിലാണ് കുട്ടി വീണത്. ഇത് നമ്മൾ വിചാരിക്കും പോലെ സാധാരണ കിണറല്ല. താൻ എന്തായി പറയുന്നത്? അതെ സാർ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതാ. കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല സാർ. താൻ തൽക്കാലം ഇതൊന്നും അവരോട് പോയി പറയണ്ട. ശരി സാർ. സർ, എന്റെ കുഞ്ഞ് മാളു ഈ കിണറ്റിലുണ്ട് സർ. മാളുവിനെ രക്ഷിക്കണം സർ. നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് വേണ്ടത് ചെയ്യാം. കുഞ്ഞിതിനുള്ളിൽ തന്നെ ഉണ്ട് സർ. മഹി വിഷമിക്കാതെ. ഞങ്ങൾക്കിപ്പോ തനിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഫയർഫോഴ്സ് ടീം കൂടി വരട്ടെ. നമുക്ക് അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാം. സർ, ഇനിയും വെയിറ്റ് ചെയ്യാനോ? അപ്പോഴേക്കും എന്റെ കുഞ്ഞ്. നിങ്ങൾ ടെൻഷൻ ആവാതെ. ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എത്തും. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. കരയാതടി എന്റെ പൊന്നുമോളെ. ഈ വിവരം അറിയുമ്പോ അതില് അലമുറയിട്ട് കരയാ എന്റെ മോള്. എനിക്ക് എന്റെ മാളിനെ രക്ഷിക്കണം അമ്മ. ശ്രേയ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മാറിയിക്ക, അങ്ങോട്ട് മാറിയിക്ക. എല്ലാരും ഒന്ന് സമാധാനിക്ക്. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവര് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ. മോനെ മഹി, നീ വിഷമിക്കരുത്. നമ്മുടെ മാളുവിന് ഒരു അബദ്ധം വരില്ല. ഓ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവളെ നിന്ന് കരയുന്ന കണ്ടില്ലേ? നിന്റെ ശ്രദ്ധക്കുറവ് വന്നുകൊണ്ട് മാത്രം മാളു ഇനി അവസ്ഥ വന്നേ. അവൾക്ക് എന്താ അമ്മേ നഷ്ടം? നഷ്ടം മുഴുവൻ നമുക്കല്ലേ? നമുക്ക് നമ്മുടെ മാളുവിന് നഷ്ടമായില്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ബഹളം വെക്കാതെ. അതെ സർ, പ്ലീസ് വേഗം വേഗം എന്തെങ്കിലും ചെയ്യണം. എന്റെ കുഞ്ഞ്. ടെൻഷൻ ആവാതെ മഹി. കുഞ്ഞിനെ എന്തായാലും നമുക്ക് ഉടനെ പുറത്തെത്തിക്കാം. എന്റെ ശ്രീ മഹേശ്വരൻ, മാളുവിനെ രക്ഷിക്കണേ.